Hallelujah.
മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം എല്ലാ സമയത്തും പ്രകടിപ്പിക്കണം. ആ സ്നേഹത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ ധാരാളം സ്വലാത്തും സലാമും നമ്മൾ ഓരോരുത്തരും വർദ്ധിപ്പിക്കുന്ന ചൊല്ലുന്ന ആളുകളാണ്. അതൊന്നും പറയേണ്ട ഒരു അവസ്ഥയില്ല. ഇന്ന് നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ കുടുംബങ്ങളോട് നമ്മളെ കൈയൊഴിയുമ്പോ നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതിലേക്കും അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടുകൂടി എപ്പോഴും ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരാൾ മറക്കാൻ പാടില്ല. എന്തിനാണ് പറയാനുള്ള കാരണം എന്താണെന്നറിയുമോ? ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് മഹാനായ മലക്കുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. എങ്ങനെയാണ് കടന്നു വരുന്നതെന്ന് അറിയുമോ? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്ർ എന്ന് പറയുന്ന അധ്യായമുണ്ടല്ലോ, ആ അധ്യായത്തിലെ 42, 43, 44 ആയത്തുമായിക്കൊണ്ട് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് വഹീയുമായിക്കൊണ്ട് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. എന്നിട്ട് ഹബീബായ തങ്ങൾ ഓതി കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആനുള്ള ആയത്തുകൾ ഓതി കൊടുക്കുകയാണ്. വഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ ലഹാ സബ്അതു അബ്വാബിൻ ലികുല്ലി ബാബിൻ മിൻഹും ജുസുഉൻ മഖ്സൂം. നബിയേ, നരകമുണ്ടല്ലോ, അല്ലാഹുവിന്റെ അടിമകൾക്ക് അല്ലാഹു തയാർ ചെയ്യപ്പെട്ട ഭവനമാണ്. ഭീകരമായ നരകത്തിന്റെ 7 കവാടമുണ്ട് നബിയേ. ആ 7 കവാടത്തിലൂടെ ഓരോ വിഭാഗം ആളുകൾ കടന്നു പോവുകയാണ്. അങ്ങനെ ഓരോ കവാടങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളെ കുറിച്ച് ജിബ്രീലിനോട് അല്ലാഹു ചോദിക്കുകയാണ്. അല്ലയോ ജിബ്രീൽ, ആ 7 കവാടത്തിലൂടെ കടന്നു പോകുന്ന ആളുകളെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരുമോ ജിബ്രീൽ? അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, ഓരോ കവാടത്തിലൂടെയും കടന്നു പോകുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാം വിഭാഗമാണ്, ഒന്നാമത്തെ കവാടത്തിലൂടെ കടന്നു പോകുന്നത് ഇന്ന വിഭാഗമാണ്. രണ്ടാമത്തെ കവാടത്തിലൂടെ കടന്നു പോകുന്നത് ഇന്ന വിഭാഗമാണ്. അങ്ങനെ 3, 4, 5, 6 കവാടത്തിലൂടെ കടന്നു പോകുന്നവരെ കുറിച്ച് ഹബീബായ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. 7ാമത്തെ കവാടത്തിലൂടെ കടന്നു പോകുന്നവരെ കുറിച്ച് ജിബ്രീൽ പറഞ്ഞു കൊടുക്കുന്നില്ല. എന്താ പറഞ്ഞു കൊടുക്കാത്തതെന്ന് അറിയുമോ? ജിബ്രീലിന്റെ ലജ്ജകാരണമുണ്ട്. ജിബ്രീൽ പറഞ്ഞു കൊടുക്കുന്നില്ല. ആ കവാടത്തിലൂടെ കടന്നു പോകുന്ന വിമാനത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ അല്ലാഹുവിന്റെ റസൂലിന് സഹിക്കാൻ കഴിയൂല. അത്
അള്ളാഹു റസൂൽ മെഹ്റാബിലേക്ക് ഇമാമത്തിന് വേണ്ടി വരും. അല്ലാതെയില്ല, സ്വഹാബാക്കളോട് ഒരാളോട് സംസാരിക്കുന്നില്ല. സ്വഹാബാക്കൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ സ്വഹാബാക്കൾക്ക് പേടിയായി. എന്തോ സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹു റസൂൽ ആരോടും വിടുന്നില്ലല്ലോ, ആരോടും സംസാരിക്കുന്നില്ല. എപ്പോഴും വീടിന്റെ അകത്തളങ്ങളിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലാഹു റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ടല്ലോ, മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല വീട്ടിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു റസൂലിന്റെ വീടിന്റെ ഉമ്മരപ്പടിയിൽ നിന്നുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞു, അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തി റസൂലില്ലാഹ്. വീടിന്റെ ഉള്ളിലേക്ക് അല്ലാഹു റസൂലിനോട് സലാം പറഞ്ഞു. മിണ്ടാൻ സമ്മതം തരുമോ? സംസാരിക്കാൻ പെർമിഷൻ തരുമോ? ആ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് അല്ലാഹു റസൂൽ സമ്മതം കൊടുക്കുന്നില്ല. പിറ്റേ ദിവസം ഉമർ ഫാറൂഖ് കടന്നു അല്ലാഹു റസൂലിന്റെ വീടിന്റെ ഉമ്മരപ്പടിയിൽ നിന്ന് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും യാ അഹ്ല ബൈത്തി റസൂലില്ലാഹ്. വീടിന്റെ ഉള്ളിലുള്ള ആളുകളോട് സലാം പറഞ്ഞു. അല്ലാഹു റസൂലിനോട് മിണ്ടാൻ പെർമിഷൻ ചോദിച്ചു. അല്ലാഹു റസൂൽ പെർമിഷൻ കൊടുക്കുന്നില്ല. അല്ലാഹു റസൂൽ അനുമതി കൊടുക്കുന്നില്ല. അങ്ങനെ മൂന്നാമത്തെ ദിവസമുണ്ടല്ലോ, മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല കടന്നു വന്നുകൊണ്ട് അല്ലാഹു റസൂലിനോട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും യാ അഹ്ല ബൈത്തി റസൂലില്ലാഹ്. വീട്ടിലുള്ള ആളുകളോട് സലാം പറഞ്ഞു. അല്ലാഹു റസൂലിനോട് മിണ്ടാൻ പെർമിഷൻ ചോദിച്ചു. അല്ലാഹു റസൂൽ പെർമിഷൻ കൊടുക്കുന്നില്ല. ആരോടും സംസാരിക്കുന്നില്ല. അവസാനമുണ്ടല്ലോ, മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അല്ലാഹു റസൂലിന്റെ കാലിന്റെ ഘട്ടമായ ബീവി ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. വാതിൽ മുട്ടി ഫാത്തിമ പുറത്ത് വരികയാണ്. എന്നിട്ട് ഫാത്തിമ ബീവിയോട് പറയുകയാണ്, നിന്റെ ഉപ്പാക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. നിന്റെ ഉപ്പ ഞങ്ങളോട് മിണ്ടുന്നില്ല ഫാത്തിമ. 3 ദിവസമായി ഞങ്ങളോട് മിണ്ടിയിട്ട് നിസ്കരിക്കാൻ വരുന്നു. നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു പോകുന്നു. ആരോടും മിണ്ടുന്നില്ല. അങ്ങനെ ഫാത്തിമ ബീവിയുടെ സങ്കടം താങ്ങാതെ സ്വന്തം സാഹചര്യം കടന്നു വരികയാണ്. ഫാത്തിമ ബീവി അല്ലാഹു റസൂലിന്റെ മുമ്പിലേക്ക് വരികയാണ്. ഫാത്തിമ ബീവി അല്ലാഹു റസൂലിനെ കെട്ടിപ്പിടിക്കുകയാണ്. അവിടുന്ന് ഫാത്തിമ ബീവി അല്ലാഹു റസൂലിനോട് ചോദിക്കുകയാണ്, എന്ത് പറ്റി ഉപ്പാ? ശരീരം തളർന്നിട്ടുണ്ടല്ലോ, വിഷമം മുഖത്ത് കാണുന്നുണ്ടല്ലോ. എന്തെങ്കിലും വഴി വന്നോ ഉപ്പാ? അല്ലെങ്കിൽ ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്നുണ്ടോ ഉപ്പാ എന്ന് ചോദിക്കുമ്പോ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയോട് പറയുകയാണ്, പൊന്നുമോളെ ഫാത്തിമ, ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്നില്ല. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് മിനിഞ്ഞാന്നിന്റെ അടുക്കൽ ജിബ്രീൽ കടന്നു വന്നിട്ടുണ്ട്. ജിബ്രീൽ എനിക്കൊരായ ഓതി തന്നിട്ടുണ്ട് ഫാത്തിമ. അത് ഏതായ ആയത്തെന്നറിയുമോ? വഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ ലഹാ സബ്അതു അബ്വാബിൻ ലികുല്ലി ബാബിൻ മിൻഹും ജുസുഉൻ മഖ്സൂർ. അങ്ങനെ നരകത്തിന്റെ വിശാലമായ നരകത്തിനെ കുറിച്ച് പറയുന്ന വാഗ്ദാനവുമായിട്ട് ജിബ്രീലിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ടുണ്ട്
മഹത്വം കൊണ്ട് അള്ളാന്റെ റസൂൽ എന്തെയ്യാണ് ഇങ്ങനെ കരഞ്ഞു. നമ്മളാലോചിച്ച് അള്ളാന്റെ റസൂലിന്റെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരല്ലേ നമ്മളിൽപ്പെട്ട ആളുകൾ നരകത്തിൽ നാളെ കടക്കും എന്ന് ആലോചിച്ചു. എന്ത് ഏഴാമത്തെ കവാടം അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട സന്തോഷം ചെയ്ത ആളുകൾക്കാണ് പ്രത്യേകം അള്ളാഹു തയ്യാർ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂലിന് വല്ലാത്ത വിഷമം വന്നു. അപ്പൊ നമ്മളോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ട വ്യക്തി സ്വന്തം ഉമ്മയില്ല, സ്വന്തം മാപ്പയില്ല, സ്വന്തം ഭാര്യയില്ല, സ്വന്തം ഭർത്താവില്ല. നമ്മളോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ട വ്യക്തി മുഅ്മിനീങ്ങളായ സ്വശരീരത്തിനോട് നമ്മളോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ട വ്യക്തി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നമ്മളോട് ഏറ്റവും ബന്ധപ്പെട്ട ഉമ്മയും ഉപ്പയും ഒക്കെ ചെയ്യും. നമ്മുടെ ഈ ലോകത്തിൽ നിന്ന് വിട പറയലോടുകൂടി അതൊക്കെ നശിക്കും. അവരൊന്നും എന്തെങ്കിലും നമ്മളോട് കൂടെ ഉണ്ടാവില്ല. നാളെ മഹ്ശറ സഭയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് പോകുന്നത് വരുന്നുണ്ടല്ലോ, വരുന്നുണ്ടല്ലോ. സ്വന്തം ഉമ്മ വാപ്പയെ കാണുമ്പോൾ ഒളിച്ചോളൂ, ഭർത്താവ് ഭാര്യയെ കാണുമ്പോൾ ഒളിച്ചോളൂ, അതേപോലെ സ്വന്തം ചേട്ടൻ സഹോദരനെ കാണുമ്പോൾ ഒളിച്ചോളൂ, പെങ്ങളെ ആങ്ങളെ കാണുമ്പോൾ ഒളിച്ചോളൂ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തന്നെ പറഞ്ഞതാ. പക്ഷെ ഒളിച്ചോടാത്ത നമുക്ക് താമം തടങ്ങളുമായിട്ട് നമ്മളോട് എപ്പോഴും കൂടെ ഉണ്ടാകുന്നത് നബിയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ലാ യുമിനു അഹദകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസ് അജ്മഈൻ. സ്വന്തം ശരീരത്തേക്കാൾ, സ്വന്തം മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, അവൻ ഇഷ്ടപ്പെടുന്ന ഇതര ജനങ്ങളെക്കാൾ എന്നെ ഇഷ്ടപ്പെടാതെ ഒരാളും പൂർണ്ണ മുഅ്മിനാവുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ടത് നമ്മുടെ ബന്ധുമിത്രാദികളല്ല. നമ്മളെല്ലാവരും മൗലൂദിനെ നമ്മൾ പ്രത്യേകം ചൊല്ലുന്ന ബൈത്താണ്, അന്ത ഉമ്മൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നി ഫഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അഷ്ഫീഇൽ അബ്തറി വൽ ഹബീബിൽ ആലമീൻ. നബിയെ, നിങ്ങൾ ഞങ്ങളുടെ ഉമ്മയാണ്, ഞങ്ങളുടെ ഉപ്പയാണ്. അതല്ല, അവർ രണ്ടാളുകളുടെയും മുകളിലാണ്. കാരണം നിങ്ങൾ ഞങ്ങളോട് കാണിച്ച കാരുണ്യമുണ്ടല്ലോ, അത് ഞങ്ങളുടെ ഉമ്മയും ഉപ്പയുമില്ല എന്ന് മൗലൂദിലൂടെ നമ്മൾ ചൊല്ലാറുണ്ടല്ലോ. അത് കേവലം നമ്മൾ വെറുതെ പാടില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മളോട് കാണിച്ച സ്നേഹം അത്രത്തോളം, അതൊന്നും പറഞ്ഞാൽ തീരൂല. അതേപോലെ നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മളെ കണ്ട് എന്ത് ചെയ്യും? നമ്മളോട് കാണിക്കുന്ന പ്രകടനം എന്ത് ചെയ്യും? ഈ മരിക്കലോടുകൂടി, ഈ ദുനിയാവിയായ ജീവിതത്തോടുകൂടി അത് അവസാനിക്കും. പക്ഷെ അതൊന്നും ചെയ്യില്ല, ശാശ്വതമായിട്ട് നമുക്ക് ചെയ്യില്ല. അവരാരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമ്മളോട് എപ്പോഴും കൂടെ ഉണ്ടാകുന്നത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഒരൊറ്റ ചരിത്രം കൂടി ഇൻഷാ അല്ലാഹ് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വർഗ്ഗത്തിനാലുള്ള പവിഴങ്ങളും നോക്കുകളും ഉണ്ടല്ലോ, നല്ല മനോഹരമായ സ്വർഗ്ഗത്തിനാലുള്ള ഒരു വെള്ളക്കൊട്ടാരത്തിൽ വിശ്രമിക്കുകയായിരുന്നു. ആ കൊട്ടാരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? ലഹാ അർബഅതു ആലാഫിൻ മിൻ അബ്വാബ്. ആ സ്വർഗ്ഗത്തിനാലുള്ള ആ വെള്ളക്കൊട്ടാരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? 4000 കവാടങ്ങൾ ചെയ്യുന്നുണ്ട് ആ കൊട്ടാരത്തിലേക്കുണ്ട്. അപ്പൊ അതിന്റെ വലുപ്പം മണ്ണൊക്കെ എത്ര ഉണ്ടാവും എന്നാലോചിച്ചോളണേ. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത്. എന്നിട്ട് പറയാണ്, ജിബ്രീൽ പറയാണ് അല്ലാഹുവിന്റെ റസൂലിനോട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാനിപ്പോ വരുന്നത് എവിടുന്നാണെന്ന് അറിയുമോ? മഹാനായ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാഗത്തു നിന്നാണ്. മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം ആരാണ്? നരകം കാക്കുന്ന മലക്കാണ് മഹാനായ മാലിക് അലൈഹിസ്സലാം.
നരകം കാക്കുന്ന മലക്കാണ് മാലിക് അലൈഹിസ്സലാം. ആ മാലിക് അലൈഹിസ്സലാമിന്റെ സന്നിധാനത്തിലൂടെയാണ് കടന്നു വരുന്നത്. ആ മാലിക് അലൈഹിസ്സലാമിനെ എന്നോട് പറഞ്ഞു, നബിയേ, നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകളുണ്ടല്ലോ, അവർ ഇപ്പോഴും നരകത്തിലുണ്ട് നബിയേ എന്ന് മാലിക് അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു എന്ന് മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വർത്തമാനം കേൾക്കേണ്ട താമസം സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. എന്നിട്ടുണ്ടല്ലോ അർശിന്റെ താഴ്ഭാഗത്ത് പോവുകയാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുകയാണ്. പൊട്ടി പൊട്ടി കരയുകയാണ്. കുറേ നേരം സുജൂദിൽ കിടക്കുമ്പോൾ അല്ലാഹു വരികയാണ്. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ തല ഉയർത്തണം നബിയേ. എന്തിനാണ് നിങ്ങൾ കരയുന്നത്? എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകളുണ്ടല്ലോ, ഇപ്പോഴും നരകത്തിലുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരണം. അല്ലാതെ ഈ തയ്യാർ ചെയ്ത സ്വർണത്തിനാലുള്ള പൗരങ്ങളാലുള്ള മുത്തുകളാലുള്ള ആ സ്വർണ്ണ കൊട്ടാരം എനിക്ക് വേണ്ട എന്ന് അല്ലാഹുവോട് പറയുമ്പോൾ അല്ലാഹു അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നബിയേ, നിങ്ങളുണ്ടല്ലോ നരകത്തിലേക്ക് കടന്നു പോകണം. എന്നിട്ട് നിങ്ങൾ നരകത്തിലേക്ക് പോയിക്കൊണ്ട് നിങ്ങളെ കൊണ്ട് ശഹാദത്ത് പറഞ്ഞ മുഅ്മിനുകളെ നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ എല്ലാ ആളുകളെയും നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകണേ എന്ന് അല്ലാഹു പറയുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ നരകത്തിലേക്ക് കടന്നു പോവുകയാണ്. ആ നരകത്തിലുള്ള ഓരോ ആളുകളെയും കൊണ്ടുവരും. ഉമ്മത്തിൽപ്പെട്ട അവസാനത്തെ ആളുകളെയും കണ്ടുപിടിച്ച് സ്വർഗ്ഗത്തിലാക്കും. എന്നിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വർണ്ണത്തിനാലും പഴത്തിനാലും മുത്തുകളാലും തയ്യാർ ചെയ്ത ആ വെള്ളക്കൊട്ടാരത്തിലേക്ക് കടന്നു പോവുകയുള്ളൂ എന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കൊട്ടാരത്തിലേക്ക് പിന്നെ പോകുള്ളൂ. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ട വ്യക്തിയാണ്. നമ്മളോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ട വ്യക്തി നമ്മൾ ആരാധിക്കുന്ന മറ്റുള്ള സിനിമാ താരങ്ങളോ അല്ലെങ്കിൽ ഭൗതിക ഈ ദുനിയാവിൽ നമ്മൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രേമിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അതല്ല, നമ്മളോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ട വ്യക്തി അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഒരു മുഅ്മിനായ വ്യക്തിയോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ട വ്യക്തി അത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഹബീബിനോടുള്ള ആ സ്നേഹം എന്നും നമ്മുടെ കൽബിൽ ഉണ്ടാവണം. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ധാരാളം സ്വലാത്തും സലാമും നമ്മൾ വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. പവിത്രമായ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് കടന്നു വരികയാണ്. ഒരു പക്ഷേ വ്യാഴാഴ്ച മാസം കണ്ടാൽ വെള്ളിയാഴ്ച റബീഉൽ അവ്വൽ ഒന്നാണ്. അല്ല, മാസം കണ്ടില്ല എങ്കിൽ സ്വന്തം 30 വെള്ളിയാഴ്ച പൂർത്തീകരിച്ച് ശനിയാഴ്ചയായിരിക്കും 1 എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു റബീഉൽ അവ്വൽ മാസത്തിലേക്ക് വലിയ ആവേശത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി അല്ലാഹു നമ്മെ അതിലേക്ക് എത്തിക്കട്ടെ. അപ്പോൾ നബിയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അതിനൊക്കെ നല്ല പ്രതിഫലം കിട്ടും. ആ റബീഉൽ ഭാഗമായി കൊണ്ട് അല്ലാഹു റസൂലിന്റെ സ്നേഹത്തിന്റെ ഭാഗമായി കൊണ്ട് നമ്മുടെ പള്ളി, അതുപോലെ മദ്രസ, അതുപോലെ ദീനീ സ്ഥാപനങ്ങളൊക്കെ നമ്മളെ ലൈറ്റുകളും മറ്റും വെച്ച് നമ്മൾ അലങ്കരിക്കാറുണ്ട്. അത് അല്ലാഹു റസൂലിന്റെ സ്നേഹത്തിന്റെ ഭാഗമാണ്. ആര് എന്ത് തന്നെ പറഞ്ഞാലും അത് ഹബീബായ തങ്ങളോട്
നടത്തി ഇൻഷാ അല്ലാഹ് ഈ വർഷവും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഹബീബായ തങ്ങളോടുള്ള ആ സ്നേഹത്തിന്റെ ഭാഗമായി നടക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ നമുക്ക് നടക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ 1 ആയി കഴിഞ്ഞാൽ ഒരു വീട്ടിൽ മൗലിദ് ഓതാത്ത ഒരു വീടും നമ്മളിൽ നിന്ന് കടന്നു പോകാൻ പാടില്ല. ഒരു ഹദീസെങ്കിലും എന്ത് ചെയ്യണം? നമ്മൾ ഓരോ ദിവസവും എന്ത് ചെയ്യണം? നമ്മൾ ഓതണം. പള്ളിയിൽ വെച്ച് നടക്കാറുണ്ട്. പള്ളിയിൽ റബീഉൽ അവ്വൽ 1 മുതൽ 40 ദിവസം തുടരെ ചെയ്യാറുണ്ട്. നമ്മൾ മൗലിദ് ഇശാസ്കാരത്തിന് ശേഷം നടക്കാറുണ്ട്. പ്രത്യേകിച്ച് പറയാനുള്ളത് ഉമ്മമാരുണ്ടല്ലോ, അപ്പോൾ ഒരു ദിവസത്തേക്കും ചീരണി അല്ലെങ്കിൽ പായസമോ എന്തെങ്കിലും ഇൻഷാ അല്ലാഹ് ഏറ്റ് ആ ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി നടത്തുന്ന മൗലിദ് സംസദ് വിജയിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ റബീഉൽ അവ്വൽ 12 വരേക്കും നമ്മുടെ ഈ മദ്രസയിൽ വെച്ച് നമ്മൾ മൗലിദ് ഓതാറുണ്ട്. കുട്ടികളെല്ലാം കൂട്ടി അതേപോലെ വ്യത്യസ്തങ്ങളായ കുട്ടികളുടെ കലാപരിപാടികളും മറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഇൻഷാ അല്ലാഹ് പറയാനുള്ളത് നമ്മുടെ വാഹിദ് കമ്മിറ്റി വളരെ വിപുലമായ രീതിയിൽ മീലാദുമായി ബന്ധപ്പെട്ട് ഒരു സ്വാഗത സംഘം രൂപീകരിച്ച് നേർച്ചയിൽ കുട്ടികളുടെ കലാപരിപാടികൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ പ്രവർത്തിക്കാൻ നേർച്ചയും മറ്റും നമ്മളിലേക്ക് വരാൻ പോവുകയാണ്. റബീഉൽ മാസം കടന്നു വന്നതിന് ശേഷം നേർച്ച എന്നാണ് എന്നും കുട്ടികളുടെ കലാപരിപാടികൾ എന്നാണ് എന്നും നിങ്ങൾ അറിയിക്കും. അതേപോലെ നേർച്ചക്ക് അതേപോലെ അനുബന്ധ കാര്യങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ കമ്മിറ്റി ഭാരവാഹികൾ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ട് നല്ലൊരു സംഗതികൾ കൊടുത്തുകൊള്ളണം. പ്രത്യേകിച്ച് നേർച്ചയാണ് വരാൻ പോകുന്നത്. ഇതിന്റെ ഭാഗം ഒരു 10 കിലോ മാംസം അല്ലെങ്കിൽ ഒരു ചാർജായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് റസൂലിന്റെ സ്നേഹം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് താങ്ങായി തണലായി മാറേണ്ടത് ഇന്നും എന്നും ഏത്